السلام عليكم ورحمة الله وبركاته. ബദറിൽ പങ്കെടുത്ത അൻസാരിയായ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്ന ഒരു ശിക്കായത്താണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരിൽപ്പെട്ട പ്രമുഖനായ സഹാബിയാണ്. അന്നഹു അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഖദ് അൻകർതു ബസരി, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വഅന ഉസല്ലി ലിഖൗമി, ഞാൻ എൻ്റെ ജനതയ്ക്ക് വേണ്ടി ഇമാമായി നിസ്കരിക്കുന്ന ആളാണ്. എൻ്റെ തൊട്ടടുത്ത പള്ളിയിലെ ഇമാമ് ഞാനാണ്. എനിക്ക് ഇപ്പോൾ കാഴ്ചയില്ല. ഫൈദാ കാനത്തിൽ അംതാറു സാലൽ വാദില്ലദീ ബൈനി വബൈനഹും, എൻ്റെയും ഞാൻ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയുടെയും ഇടയിൽ ഒരു ചെറിയ കൈത്തോടുണ്ട്. മഴ വരുമ്പോൾ ആ തോട് നിറഞ്ഞ് വെള്ളം ഒഴുകും. അതുകൊണ്ട് ലം അസ്തതി അൻ ആതിയ മസ്ജിദഹും ഫൗസല്ലിയ ബിഹി, അന്നേരം എനിക്ക് പള്ളിയിൽ പോകാനും അവർക്ക് ഇമാമത്തായി നിസ്കരിക്കാനും കഴിയില്ല നബിയേ. ഈ സങ്കടം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. അതുകൊണ്ട് വദിത്തു യാ റസൂലല്ലാഹി അന്നക തഅതീനി ഫതുസല്ലി ഫീ ബൈതി ഫഅത്തഖിദുഹു മുസല്ലാ. അതുകൊണ്ട് ഞാൻ എന്തിനാണ് വന്നത്? നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് നിസ്കരിക്കണം ഒരു സ്ഥലത്ത്. ഫഅത്തഖിദുഹു മുസല്ല, നബിതങ്ങൾ നിസ്കരിച്ച ആ സ്ഥലം നോക്കി പിന്നീട് എനിക്ക് ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയാണ്. മഴക്കാലം വരുമ്പോൾ പള്ളിയിൽ പോകാൻ എനിക്ക് പറ്റില്ല, കാരണം കണ്ണിന് കാഴ്ചയില്ല. ഞാൻ പോകുന്ന പള്ളിക്കിടയിൽ ഒരു ചെറിയ തോടുണ്ട്. മഴ വരുമ്പോൾ ആ തോട് നിറഞ്ഞ് വെള്ളം ഒഴുകും. അപ്പോൾ എനിക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോയി വരാൻ കഴിയില്ല. അപ്പം ആ നിമിഷങ്ങളിൽ എൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ നിങ്ങളൊന്ന് വന്നിട്ട് ഒരു നിസ്കാരത്തിൻ്റെ സ്ഥലം ഒന്ന് കാണിച്ചു തരണം. അവിടെ നിസ്കരിച്ചിട്ട് കാണിച്ചു തരണം. അവിടെ പിന്നീട് ഞാൻ നിസ്കരിച്ചോളാം. ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅഫ്അലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇൻഷാ അല്ലാഹ് പറയണമല്ലോ. ഖാല ഇത്ബാനു, ഇത്ബാൻ റളിയല്ലാഹു അൻഹു, ഈ സഹാബി പറയാം, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് പരാതി പറയാൻ വന്ന ഇത്ബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ ഹീന ഇർതഫഅ അൻ-നഹാർ. അങ്ങനെ സൂര്യൻ ഉദിച്ച് ഉയർന്ന സമയം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എൻ്റെ വീട്ടിൽ വന്നു. ഫസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ വന്നപ്പോൾ നബി തങ്ങൾ വീട്ടിൽ കയറാൻ സമ്മതം ചോദിച്ചു. ഫഅദിൻതു ലഹു, അപ്പോൾ ഞാൻ നബി തങ്ങൾക്ക് സമ്മതം കൊടുത്തു. കേട്ടോ, എത്ര വലിയ ആളാണെങ്കിലും അങ്ങനെയാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ബെല്ലടിക്കണം. വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന വിവരം അറിയിക്കണം. ആ വീട്ടിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കും. നമ്മൾ കാണാൻ പറ്റാത്ത എന്തെങ്കിലും രംഗങ്ങളൊക്കെ കണ്ടുപോയാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ചിലപ്പോൾ വീട്ടിലാകുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരുപോലെ മറച്ചു കൊള്ളണമെന്നില്ലല്ലോ, അങ്ങനെ മറക്കാൻ നിർബന്ധമില്ല. എന്നാൽ നമ്മൾ കാണാൻ പറ്റാത്ത, കാണുമ്പോൾ വലിയ മോശമായി കാണുന്ന, തലയിൽ തട്ടടാത്തതോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് അങ്ങ് കാണുമ്പോൾ അവർക്ക് മാനസികമായൊരു വലിയ വിഷമമുണ്ടാകും. അതുകൊണ്ട് ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അങ്ങ് കയറി ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പാടില്ല. നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്നവരറിയിക്കണം. വീടിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ കയറാൻ സമ്മതം ചോദിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശിഷ്യൻ്റെ വീട്ടിലേക്കാണ് പോയത്. പക്ഷെ എന്നാലും കയറട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നു. അത് ഒരു മര്യാദയാണ്. അങ്ങനെ ഞാൻ നബിതങ്ങൾക്ക് സമ്മതം കൊടുത്തു. ഫലം യജ്ലിസ്, നബിതങ്ങൾ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. ഹത്താ ദഖലൽ ബൈത, വീട്ടിലേക്ക് കയറിയ ഉടനെ സുമ്മ ഖാല, നബിതങ്ങൾ ചോദിച്ചു, അയ്ന തുഹിബ്ബു അൻ ഉസല്ലിയ മിൻ ബൈതിക, നിങ്ങളെ വീട്ടിൽ ഞാൻ നിസ്കരിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്ന സ്ഥലം എവിടെയാണ് ഇത്ബാന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഖാല, അദ്ദേഹം പറയുന്നു, ഫഅശർതു ലഹു ഇലാ നാഹിയത്തിൻ മിനൽ ബൈതി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിലുള്ള എൻ്റെ വീടിലെ ഒരു ചെരിവ് കാണിച്ചു കൊടുത്തു. ഒരു ഭാഗം അവിടെയാണ് നബി നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞൊരു സ്ഥലം കാണിച്ചു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റു. ഫകബ്ബറ, റസൂലുള്ള തക്ബീർ ചൊല്ലി നിസ്കാരം ആരംഭിച്ചു. ഫഖുംന, അങ്ങനെ ഞങ്ങളും നിന്നു. ഫസഫന, ഞങ്ങൾ സഫ് കെട്ടിയിട്ട് നിന്നു. ഫസല്ലാ റക്അത്തൈനി സുമ്മ സല്ലമ, നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടി. അപ്പോൾ രാവിലത്തെ നിസ്കാരം എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് ഉയർന്നാൽ നിസ്കരിക്കുന്നത് ദുഹാ നിസ്കാരമാണ്. സൂര്യൻ ഉദിച്ച ഉടനെ ഒരു നിസ്കാരമുണ്ട്, അതിനാണ് ഇഷ്റാഖ് നിസ്കാരം എന്ന് പറയാം. സൂര്യ ഉദിക്കുക എന്ന് പറയുമ്പോൾ സൂര്യ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, ചക്രവാളത്തിൽ സൂര്യൻ്റെ ആദ്യത്തെ വട്ടിങ്ങനെ തട്ടുമ്പോൾ അതാണ് ഈ ഉദയത്തിൻ്റെ സമയം കാണുന്നത്. അതാണ് സൂര്യൻ വിചാരിച്ചോളി വട്ടം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഉഫ്കിൽ വന്നിട്ട് ഇതിങ്ങനെ മുട്ടുമ്പോൾ ഉദയസമയമായി. ഇനി ഈ സൂര്യൻ, ഇതാണ് ഭൂമി, ഈ സൂര്യൻ ഇനി ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ വന്നിട്ട് ഈ വട്ടക്കണ്ണ് ഇവിടെ എത്തുമ്പോൾ 20 മിനിറ്റ് ആവും. ഈ 20 മിനിറ്റ് ആയാലാണ് ഇഷ്റാഖിൻ്റെ നിസ്കാരം നിർവഹിക്കൽ സുന്നത്താണ്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജ്. അതിൽ പറയുന്നുണ്ട് ഇഷ്റാഖ് ഒന്ന് വേറെ, ദുഹാ ഒന്ന് വേറെ. ഇഷ്റാഖും ദുഹയും ഒന്നാണെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രാമാണികനായ ഫഖീഹാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇഷ്റാഖ് നിസ്കാരം. അത് കഴിഞ്ഞിട്ട് ആ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ മുതൽ ദുഹറിന് ബാങ്ക് കൊടുക്കുന്നത് വരെ ദുഹായുടെ ടൈമാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷം, അപ്പോൾ രാവിലെ സമയത്ത് ദുഹാ നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയമാണ് 9 മണി. അതാണ് എൻ്റെ മുഖ്താറായ സമയം. അപ്പോൾ ആ രാവിലെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നിട്ട് എവിടെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ ഞാനൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചപ്പോൾ ഞങ്ങളും ജമാഅത്തായി റസൂലുള്ളാഹിയോടൊപ്പം നിസ്കരിച്ചു. അപ്പോൾ ശാഫിഈ മദ്ഹബ് ഏത് സുന്നത്ത് നിസ്കാരവും ജമാഅത്തായിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാം, അതിന് കൂലിയൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ ലോകത്ത് ശറഅ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് സുന്നത്തല്ലാത്ത ഒരു നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ട്, ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത ഒരു നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചു എന്നതുകൊണ്ട് ഒന്നും വരാനില്ല എന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാരായ ഫുഖഹാ എഴുതി വെക്കുകയാണ്. രാവിലത്തെ ദുഹാ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ല, അല്ലെങ്കിൽ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത്, അല്ലെങ്കിൽ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ല. പക്ഷെ ഒരാളങ്ങനെ നിസ്കരിച്ചു എന്നതുകൊണ്ട് ഒരു ഹറാമോ ഒരു കറാഹത്തോ ഒന്നും വരാനില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ 27-ാം രാവിനൊക്കെ ചില പള്ളികളിൽ തസ്ബീഹ് നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്. അത് ഒറ്റയായി നിസ്കരിക്കേണ്ട നിസ്കാരം തന്നെയാണ്. പക്ഷേ കൂടുതൽ ആളുകൾക്കും വശമില്ലാത്തതിന് വേണ്ടി, അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ ജമാഅത്തായി നിസ്കരിക്കും. അതിന് കുഴപ്പമില്ല. അതിൽ നല്ലൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് അത് പുണ്യമുള്ള കാര്യമാണെന്ന് പോലും പറഞ്ഞ ഇമാമിങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ വിഷയം ദുഹാ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ദുഹാ നിസ്കരിച്ചു. അതിനോടൊപ്പം സഹാബത്ത് നിസ്കരിച്ചു, ജമാഅത്തായി നിസ്കരിച്ചു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് ഞങ്ങളും ജമാഅത്തായി നിസ്കരിച്ചു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥകർത്താവായ ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഹാഫിദുദ് ദുനിയ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഇമാമാണ്. മഹാനവറുകൾ മിസ്റിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഞാൻ പലപ്പോഴും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വലിയ ബറക്കത്തുള്ള മഖാമാണ്. 1,00,000 ഹദീസ് മനഃപ്പാടമാക്കിയ ആളാണ് ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ബുഖാരിക്ക് ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രാമാണികമായ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി എന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ അതിൻ്റെ 2-ാം വാല്യം 145-ാമത്തെ പേജിൽ പറയാണ്, വഫീഹി, ഈ ഹദീസിലുണ്ട് അത്തബറുക് ബിൽ മവാദിഇല്ലതി സ്വല്ലാ ഫീഹാ അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ വതിഅഹാ, നബിതങ്ങൾ ചവിട്ടിയതോ നബിതങ്ങൾ നിസ്കരിച്ചതോ ആയ ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് വെച്ച് ബറക്കത്തെടുക്കാൻ പറ്റും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല വയുസ്തഫാദു മിൻഹു അന്ന മൻ ദുഇയ മിനസ് സ്വാലിഹീന ലിയുതബറക ബിഹി അന്നഹു യുജീബു ഇദാ അമിനൽ ഫിത്ന, സ്വാലിഹായ മനുഷ്യന്മാരെ വീടുകളിലേക്ക് ക്ഷണിച്ചാൽ വേറെ ഫിത്നയൊന്നും അവിടെ ഇല്ലെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കണം എന്നും ഇതിൽ പാഠമുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല വേറെ ഒരു സ്ഥലത്ത് 2-ാം വാല്യം 235-ാമത്തെ പേജിൽ മഹാനായ ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദ് തഖദ്ദമ ഹദീസു ഇത്ബാന വസുആലുഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലിയ ഫീ ബൈതിഹി ലിയത്തഖിദഹു മുസല്ലാ വഇജാബത്തു നബിയ ഇലാ ദാലിക, നബി തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ നബി തങ്ങളത് സ്വീകരിച്ചു എന്ന് പറയുന്ന ഹദീസില്ലേ, വഹുവ ഹുജ്ജത്തുൻ ഫി തബറുക് ബി ആസാരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ആസാറുകൾ കൊണ്ട് തബറുക്ക് എടുക്കൽ ബറക്കത്തെടുക്കുന്നതിൽ അതിൽ പ്രമാണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടത്, ചവിട്ടിയത്, പിടിച്ചത്, നിസ്കരിച്ച സ്ഥലം തുടങ്ങി നബിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കാം എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് മഹാനായ ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അപ്പോൾ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ജമാഅത്തിന് ഉദ്റുണ്ട്. മഴ, ശക്തമായ മഴ, അത് ജമാഅത്തിനൊരു ഉദ്റാണ്. ജമാഅത്തിന് പോകാതിരിക്കാൻ എന്തുകൊണ്ട് നീ ജമാഅത്ത് നിസ്കരിച്ചില്ല എന്ന ചോദ്യം ഒഴിവായി കിട്ടും. ശക്തമായ തണുപ്പ്, ശക്തമായ ചൂട്, അതുപോലെ മഴ, ഇതൊക്കെ ജമാഅത്തിൻ്റെ ഉദ്റാണല്ലോ. ഈ സഹാബി കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളാണ്, പള്ളിയിലെ ഇമാമാണ്. അപ്പോൾ പള്ളിയിലേക്ക് പോകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷെ മഴയാകുമ്പോൾ അദ്ദേഹത്തിന് തോട് കടന്നിട്ട് പോകാനും പറ്റുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വന്ന് നിസ്കരിച്ച ആ സ്ഥലത്തുനിന്ന്, വീട്ടിൽ നിസ്കരിക്കുമ്പോഴൊക്കെ ആ സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചാലോ എന്നാൽ അത്രയും പുണ്യം കിട്ടും എന്ന് വിചാരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപ്പാടുകൾ പറ്റി ജീവിച്ച സഹാബത്ത്, ചാണിന് ചാണായും മുഴത്തോട് മുഴമായും, എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുത്തബിഉ സുന്ന എന്ന് പറയുന്ന ഒരു സഹാബി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ളയുടെ അപരനാമമാണ് മുത്തബിഉ സുന്ന. മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ ചര്യയെ പിൻപറ്റുന്ന ആൾ, ബാക്കിയുള്ളവർ പിൻപറ്റാത്തത് കൊണ്ടല്ല, റസൂലുള്ളാഹി ചെയ്തതുപോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു അദ്ദേഹം. ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സഹാബത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എല്ലാ ഇബാദത്തുകളിലും ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ സദസ്സിൻ്റെ മഹത്വവും പ്രതിഫലവും
ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.